ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് സിമ്പിൾ പാസ്റ്റ് ടെൻസ് അതിലേക്ക് കിടക്കുകയാണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസിലെ 4 എണ്ണം ഉണ്ട്. അതിൽ ആദ്യത്തേതാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. തൊട്ട് മുൻപത്തെ വീഡിയോയിൽ പ്രസന്റ് ടെൻസിലെ 4 എണ്ണം ചെയ്തിരുന്നു. സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഈ 4 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാസ്റ്റ് ടെൻസിലേക്ക് കടക്കുകയാണ്. പാസ്റ്റ് ടെൻസിലെ ആദ്യത്തെ ഭാഗമാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസിലെ ആദ്യത്തെ ഭാഗമാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സിമ്പിളായി സിമ്പിൾ പാസ്റ്റ് ടെൻസ് എങ്ങനെയാണെന്ന് നോക്കാം. സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ ശ്രദ്ധിക്കുക. സ്ട്രക്ചറിലേക്ക് കടക്കുന്നതിന് മുമ്പ് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ വെർബിന്റെ V2 മാത്രമേ ഉപയോഗിക്കൂ. വെർബിന്റെ V2 എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ഫോം. എല്ലാ വെർബിനും V1, V2, V3, V4 ഇങ്ങനെ 4 ഫോംസ് ഉണ്ട് എന്ന് മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ വെർബ് ബേസിക്സ് എന്ന് പറയുന്നൊരു ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു വീഡിയോ ആണ് വെർബിന്റെ ബേസിക്സ്. അതിൽ ഈ വെർബിന്റെ ആ വീഡിയോയിൽ ഒരു വെർബിന്റെ 4 ഫോംസിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കാണുക. ഇനി ഞാനിപ്പോൾ അത് കണ്ടിട്ട് മനസ്സിലാക്കാം നമുക്ക് വെർബിന്റെ 4 ഫോംസ് കാണാം. ഇപ്പോൾ സിമ്പിൾ പാസ്റ്റിനെ പറ്റി പറയുമ്പോൾ വെർബിന്റെ V2 മാത്രമേ സിമ്പിൾ പാസ്റ്റിന് ഉപയോഗിക്കൂ. പ്ലേ ആണ് വെർബെങ്കിൽ അതിന്റെ പ്ലേഡ് എന്ന ഫോമാണ് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുക. ജമ്പ് ആണെങ്കിൽ ജംപ്ഡ്, ഓക്കെ, ജംപ്ഡ് എന്ന ഫോമാണ് ഉപയോഗിക്കുക. അതുപോലെ കുക്ക് ആണെങ്കിൽ വെർബിന്റെ കുക്ക്ഡ് എന്ന ഫോമാണ് ഉപയോഗിക്കുക. കുക്ക്ഡ് എന്ന ഫോമാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുക. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ കുക്ക്ഡ് ഉപയോഗിക്കുക. ഡ്രിങ്ക് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിൽ ഡ്രാങ്ക് ആണ് ഉപയോഗിക്കുക. റൈറ്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിൽ റോട്ട് ആണ് ഉപയോഗിക്കുക. ഈറ്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിൽ എയ്റ്റ് ആണ് ഉപയോഗിക്കുക. ഇങ്ങനെ വെർബിന്റെ എല്ലാ വെർബിന്റെ V2 ആണ് കേട്ടോ. വെർബിന്റെ V2 പാസ്റ്റ് ഫോം മാത്രമേ ഏതിൽ ഉപയോഗിക്കുകയുള്ളൂ? സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുകയുള്ളൂ. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ വെർബിന്റെ V2 ഫോം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. സിമ്പിൾ പ്രസന്റിൽ V1 മാത്രമേ ഉപയോഗിക്കൂ. സിമ്പിൾ പാസ്റ്റിൽ V2 മാത്രമേ ഉപയോഗിക്കൂ. ശ്രദ്ധിക്കുക. അപ്പോൾ സിമ്പിൾ പ്രസന്റിന്റെ വീഡിയോ കൂടി കാണാം. ഇതൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. സിമ്പിൾ പ്രസന്റിൽ വെർബിന്റെ V1 മാത്രമേ ഉപയോഗിക്കൂ. സിമ്പിൾ പാസ്റ്റിൽ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റിൽ വെർബിന്റെ V2 ഫോം മാത്രമേ ഉപയോഗിക്കൂ. എല്ലാ വെർബിനും V2 ഫോം ഉണ്ട്. 4 ഫോം ഉണ്ട് എല്ലാ വെർബിനും. അതിൽ V2 ഫോം എല്ലാത്തിനും ഉണ്ടല്ലോ. ഓക്കെ, ഇവിടെ നോക്കൂ. ഇതിന്റെ സ്ട്രക്ചർ, സിമ്പിൾ പാസ്റ്റിന്റെ സ്ട്രക്ചർ പറയുകയാണ്. സബ്ജക്റ്റ് കഴിഞ്ഞ് വെർബിന്റെ V2, ദാറ്റ്സ് ഓൾ. സബ്ജക്റ്റ് കഴിഞ്ഞ് വെർബിന്റെ V2 ഉണ്ടെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. സബ്ജക്റ്റ് കഴിഞ്ഞ് വെർബിന്റെ V2 വേണമെങ്കിൽ ഒബ്ജക്റ്റ് ഉണ്ടാകാം. ഒരു സെന്റൻസിൽ ഒബ്ജക്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സെന്റൻസ് ആണ്. സബ്ജക്റ്റും വെർബും ഉണ്ടെങ്കിൽ അത് സെന്റൻസ് ആയിരിക്കും. ഒബ്ജക്റ്റ് ഉണ്ടാകാം, ഇല്ലാതിരിക്കാം, നോ പ്രോബ്ലം. സബ്ജക്റ്റും വേണം, വെർബും വേണം, എങ്കിലും ഒരു സെന്റൻസ് ആവുള്ളൂ. സിമ്പിൾ പാസ്റ്റിൽ വെർബിന്റെ V2 ഉപയോഗിക്കുള്ളൂ. ശ്രദ്ധിക്കുക, സിമ്പിൾ പാസ്റ്റിൽ വെർബിന്റെ V2 ഫോം ഉപയോഗിക്കുള്ളൂ. സിമ്പിൾ പ്രസന്റിൽ V1, സിമ്പിൾ പാസ്റ്റിൽ V2. ഓക്കെ, ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ. ഇതിന്റെ സെന്റൻസുകൾ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഈ വീഡിയോയിൽ ചെറിയ വീഡിയോ ആണ്. ഇതിലെ സിമ്പിൾ പാസ്റ്റിന്റെ ബേസിക് മാത്രമാണ് പറയുന്നത്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് എങ്ങനെയാണ് എക്സാമിനേഷൻസിന് ചോദിച്ചിട്ടുള്ളത് എന്ന് വരുന്ന വീഡിയോസിൽ നമുക്ക് പ്രത്യേക ക്ലാസ് ആയിട്ട് തന്നെ എടുക്കണം. എല്ലാ എക്സാമിനേഷനും PSCക്ക് അടക്കമുള്ള എല്ലാ SSC അടക്കമുള്ള എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഓക്കെ, ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതെല്ലാം സിമ്പിൾ പാസ്റ്റിലുള്ള സെന്റൻസുകളാണ്. ഹി പ്ലേഡ്. ഈ പ്ലേഡ് എന്ന് പറയുന്ന വെർബിന്റെ ഏത് ഫോം ആയിരിക്കും? ഹി പ്ലേഡ് വെർബിന്റെ ഈ പ്ലേഡ് എന്നത് വെർബിന്റെ V2 ഫോം ആയിരിക്കും. ഇവിടെ ഇതും V2 ആണ്. ഈ പ്ലേഡും V2 ആണ്. ഈ പ്ലേഡും എല്ലാം V2 ആണ്. V2 മാത്രമേ ഒരു സെന്റൻസിൽ ഉള്ളൂ എങ്കിൽ ആ സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിരിക്കും.
സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ V2 മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു സെന്റൻസിൽ V2 വെർബിന്റെ സെക്കൻഡ് ഫോം മാത്രമേ കാണുന്നുള്ളൂ എങ്കിൽ, ഒരു സെന്റൻസ് ആണെങ്കിൽ സെന്റൻസിൽ V2 മാത്രമേ ഉള്ളൂ എങ്കിൽ ആ സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിരിക്കും. മറക്കരുത്. സബ്ജക്റ്റ് സിംഗുലർ ആയാലും, ഹി സിംഗുലർ ആണ്, പ്ലൂരൽ ആയാലും, ഓക്കെ, ഹി സിംഗുലർ ആണ്, ഷീ സിംഗുലർ ആണ്, ദേ പ്ലൂരൽ ആണ്. ഇവിടെ സിംഗുലറോ പ്ലൂറലോ ഒന്നും നോക്കണ്ട. സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും വെർബിന്റെ V2 പാസ്റ്റ് ഫോം മാത്രമേ ഉള്ളൂ എങ്കിൽ ആ സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിരിക്കും. സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും, ഞാനായാലും, നീയായാലും, അവനായാലും, അവളായാലും, അവരായാലും, ഒരാളായാലും, 10,000 പേരായാലും, 1,00,000 പേരായാലും വെർബിന്റെ V2 മാത്രമേ ഒരു സെന്റൻസിൽ ഉള്ളൂ എങ്കിൽ ആ സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിരിക്കും. ഓക്കെ, ഇത് മറക്കരുത്. ഇതാണ് സിമ്പിൾ പാസ്റ്റിന്റെ കോൺകോഡ് റൂൾ. സിമ്പിൾ പാസ്റ്റിൽ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മുൻപ് പഠിച്ച പ്രസന്റ് ടെൻസിലെ 4 എണ്ണത്തിൽ അങ്ങനെ നോക്കിയിരുന്നു. നോക്കണം. കോൺകോഡ് എന്ന് പറയുന്നത് അതാണ്, സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് കോൺകോഡ്. എന്നാൽ സിമ്പിൾ പാസ്റ്റിന്റെ കാര്യത്തിൽ അത് പ്രശ്നമല്ല. സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും വെർബിന്റെ V2 മാത്രം എഴുതിയാൽ മതി. എങ്കിലത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. നോക്കൂ, ഹി അവൻ ബൈക്ക് ഓടിച്ചു. ഹി ഡ്രോവ് ദ ബൈക്ക്. ഓക്കെ, ഇതൊരു സെന്റൻസ് ആണ്. കാരണം ഹി സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്. സബ്ജക്റ്റും വെർബും ഉണ്ടെങ്കിൽ സെന്റൻസ് ആണ്. ഹി എന്ന സബ്ജക്റ്റ് സിംഗുലർ ആണ്, സിംഗുലർ സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആണ്. ഹി മാറ്റിയിട്ട് ഹീക്ക് പകരം ഞാൻ ഇവിടെ ദേ എന്ന് ഉപയോഗിക്കുകയാണ്. അല്ലെങ്കിൽ ഞാനിവിടെ അരുൺ ആൻഡ് ശ്യാം എന്ന് ഉപയോഗിക്കുന്നു. ഓക്കെ, ഇവിടെ ഹി ആണ്, ഇവിടെ ദേ ആണ്, ഇവിടെ അരുൺ ആൻഡ് ശ്യാം. ഇവർ രണ്ടുപേരെയും ചേർത്ത് നമുക്ക് ദേ തന്നെ പറയാം, കുഴപ്പമൊന്നുമില്ല. അതായത് ഞാൻ ഉദ്ദേശിച്ചതാണ് സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും വെർബിന്റെ V2 ഫോം മാത്രമേ ഒരു സെന്റൻസിലുള്ളൂ എങ്കിൽ ഡ്രോവ് ആണ് V2. ഡ്രിവൺ ഉപയോഗിക്കരുത്, ഡ്രിവൺ V3 ആണ്. സിമ്പിൾ പാസ്റ്റിൽ V2 ആണ് ഉപയോഗിക്കുക. ഇതാണ് സിമ്പിൾ പാസ്റ്റിന്റെ സ്ട്രക്ചർ. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിനേഷൻസ് നമുക്ക് ഉണ്ടാകാറുണ്ട്. അതെങ്ങനെ എക്സാമിൽ ചോദിക്കും എന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഇത് ബേസിക് ആണ്, മറക്കരുത്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് പാസ്റ്റ് ടെൻസിലെ ആദ്യത്തെ വിഭാഗമാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. പഠിക്കുക, ജയിക്കുക. ഓക്കെ.